സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അങ്ങനെ ലോകത്തെമ്മാടിയായ ഇസ്രായേൽ ഖത്തറിൽ ആക്രമണം നടത്തി. 10ഓളം സ്ഥലങ്ങളിൽ ബോംബ് വർഷിച്ചു. അമേരിക്കൻ സ്പോൺസേഡ് സമാധാന ചർച്ചകൾ ഖത്തറിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ സമാധാനത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട ഖത്തറിൻ്റെ മേൽ ഈ യഹൂദപ്പട, ലോകത്തെമ്മാടിയായ രാജ്യം, ഈ നെതന്യാഹു, അതിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന നെതന്യാഹു, ബെഞ്ചമിൻ നെതന്യാഹു, യവനെ കശാപ്പ് ചെയ്യണം. യവനെ ഇൻ്റർനാഷണൽ കോർട്ടിൽ നിന്ന് അവന് വാറണ്ടുണ്ട്. അവനെ ഇതുവരെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവനെ പിടിച്ച് തൂക്കിക്കൊല്ലണം. ഇവൻ യുദ്ധ കുറ്റവാളിയാണ്. എത്രയോ മനുഷ്യരെ കൂട്ടക്കൊല ചെയ്തു. എത്രയോ സ്ത്രീകളെയും കുട്ടികളെയും കൂട്ടക്കൊല ചെയ്തു. 2 വർഷത്തിന് മുമ്പ് തുടങ്ങിയ ഹമാസുമായിട്ടുള്ള പോരാട്ടം ഇതുവരെ അവസാനിച്ചിട്ടില്ല. ഇസ്രയേലിനകത്തു നിന്ന് എത്രയെങ്കിലും ബന്ദികളെ പിടിച്ചുകൊണ്ടുപോയി അവരെ ജീവനോടെ തിരിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഇസ്രയേലികൾക്ക്, യഹൂദന്മാർക്ക് തന്നെ വാക്ക് കൊടുത്തവനാണ് ഈ പ്രൈം മിനിസ്റ്റർ. ഇവൻ നാടിനാപത്താണ്, ഇസ്രയേലികൾക്ക് ആപത്താണ്, യഹൂദന്മാർക്ക് അപമാനമാണ്. ഇവന് എത്രയും വേഗം ഇൻ്റർനാഷണൽ കോടതി ഇവനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കണം. ഇവനെ കുറ്റവിചാരണ ചെയ്യണം. ഇവനെ ഏതെല്ലാം തരത്തിൽ ശിക്ഷ കൊടുക്കാമോ ശിക്ഷ കൊടുക്കണം. ഇസ്രയേലിനകത്ത് തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെയായിട്ട് പോരാട്ടം നടക്കുകയാണ്. അയാളുടെ ചെയ്തികളോട് അവിടെയുള്ള ജനങ്ങൾക്ക് പോലും താല്പര്യമില്ല. അപ്പോൾ ഈ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം നിലനിൽപ്പിന് വേണ്ടി പല കേസുകളും ഇസ്രയേൽ കോടതിയിൽ തന്നെ നിലവിലുണ്ട് ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ. അപ്പോൾ ഇതിനെയെല്ലാം മാറ്റിമറിക്കുന്നതിന് വേണ്ടി, ഇതിനെയെല്ലാം തടയിടുന്നതിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഖത്തറിൽ ഒരു ആക്രമണം നടത്തിയത്. ഖത്തർ എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യമാണ്. ലോകത്തിൻ്റെ മുമ്പിൽ ഖത്തറിന് നല്ല വിലയും നിലയുമാണ്. എല്ലാ കാര്യങ്ങൾക്കും, ലോകത്ത് എന്ത് സംഭവങ്ങൾ ഉണ്ടായിരുന്നു, ആപത്തുകൾ ഉണ്ടായിരുന്ന ജനങ്ങൾക്ക്, വെള്ളപ്പൊക്കമോ പേമാരിയോ കൊടുങ്കാറ്റോ ഇതൊക്കെ ഉണ്ടായിരുന്നാൽ ഈ സഹായിക്കുന്ന ഒരു രാജ്യമാണ്. ലോകത്തിലെ എല്ലാ കാര്യങ്ങൾക്കും, സമാധാന ചർച്ചകൾക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി മുൻകൈ എടുക്കുന്ന ഒരു ഗൾഫ് രാഷ്ട്രമാണ് ഖത്തർ. ആ ഖത്തറിൻ്റെ അകത്ത് 10 സ്ഥലങ്ങളിൽ ബോംബ് വർഷിച്ചു. അത്യാധുനിക വിമാനങ്ങൾ ഉപയോഗിച്ചാണ് ഈ നെതന്യാഹു മാത്രമാണ് ഇതിന് കാരണക്കാരൻ. അവന് ഏത് രീതിയിലായാലും വിചാരണ ചെയ്യണം, കുറ്റവിചാരണ ചെയ്യണം. യുദ്ധ കൊതിയനാണ്. ഈ ലോകത്ത് രക്തം ഊറ്റിക്കുടിക്കുന്ന രാക്ഷസനാണ് ഈ നെതന്യാഹു. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അമേരിക്കയും. അപ്പോൾ ഇവർ രണ്ടുപേരും ലോകത്തിന് ആപത്താണ്. എന്തായാലും ശരി, നമ്മളെല്ലാം സമാധാന കാംക്ഷികളാണ്. ലോകത്ത് സമാധാനവും സന്തോഷവും നിലനിൽക്കട്ടെ. ലോകത്തിൻ്റെ ഏതൊരു രാജ്യത്തെയായാലും അവിടുത്തെ ജനങ്ങൾ അഭിവൃദ്ധിപ്പെട്ട് നല്ലതുപോലെ സന്തോഷത്തിൽ സഹകരിച്ച് ജീവിക്കട്ടെ എന്ന് നമ്മളെല്ലാം ആഗ്രഹിക്കുമ്പോൾ, എങ്ങനെ നാട്ടിൽ, ലോകത്ത് എങ്ങനെ കുഴപ്പമുണ്ടാക്കാം, ജനങ്ങളെ എങ്ങനെ ബോംബ് വർഷിച്ച് കൊല്ലാം എന്നാണ് ഈ നെതന്യാഹു പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ശരി, ഇവനെ പോലെയുള്ള ചേറ്റകളെ കോടതിയിൽ വിചാരണ ചെയ്ത് അതിൻ്റെതായ തക്കതായ ശിക്ഷ കൊടുക്കണമെന്നാണ് എനിക്ക് ഈ സമൂഹത്തോട് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. സമാധാന ചർച്ചകൾക്കായി ഹമാസിൻ്റെ നേതാക്കളും ഖത്തറിലുണ്ടായിരുന്ന സമയമാണ്. അപ്പോൾ അവരെ ലക്ഷ്യമിട്ടാണ് ഈ ബോംബാക്രമണം നടത്തിയതെന്നാണ് സൂചന. എന്തായാലും ശരി, ഹമാസ് നേതാക്കൾ സുരക്ഷിതരാണെന്നാണ് ഹമാസിൻ്റെ വക്താക്കളും ഖത്തറും പറയുന്നത്. എന്തായാലും കൂടുതലൊന്നും വാർത്തകളായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. എന്തായാലും വാർത്തകൾ വരുമ്പോഴത്തേക്ക് ബാക്കി കാര്യങ്ങൾ നമുക്കറിയാൻ കഴിയും. അതുവരെ നമുക്ക് ക്ഷമിക്കാനേ കഴിയുള്ളൂ. ഓക്കെ.